ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് പാപ്പൻശ്ശേരിയിലുള്ള ഷമീർ ഖാൻ്റെ വീട്ടിലാണ്. ഈ വീട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനുള്ള 1-2 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഈ വർക്ക് നമ്മൾ ചെയ്തത് കറക്റ്റ് 2.5 വർഷം മുമ്പാണ്. 2023 ജൂലൈയിലാണ്. ശരിക്കും ആൾക്കാർ കാറെ പറ്റി പറയലത് കർട്ടൻ ചെയ്ത് വെച്ച ആ ഒരു പെർഫോമൻസ് പിന്നെ ഉണ്ടാവില്ല, പിന്നെ സർവീസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ആ കർട്ടൻ അന്ന് ചെയ്തു വെച്ചതിൻ്റെ അത്രയും നല്ല ക്വാളിറ്റി ഉപയോഗിച്ചത് കൊണ്ട് അതേ ഒരു ലുക്ക് തന്നെ ഇപ്പോഴുണ്ട് എന്ന് കാണിക്കാനും, നമ്മൾ ഈ ഒരു 2.5 വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള നമ്മളെ സർവീസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് നമ്മളെ ക്ലയൻറ്റ് പറയുന്നത് കേൾക്കാനുള്ള ഒരു അവസരം, അതിലേക്കായി നമുക്ക് കിടക്കാം. ഞങ്ങൾ ഫാഷൻ കർട്ടൻസിൽ ഫസ്റ്റിൽ എത്തുന്നത് മിസ്റ്ററി ബിൽഡേഴ്സ് ജാബർ ഷാഫി ത്രൂ ആണ് അല്ലേ? ജാബർ ഷാഫി ത്രൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫാഷൻ കർട്ടൻസിൽ വിസിറ്റ് ചെയ്തു, ഡിസ്കസ് ചെയ്തപ്പോൾ ഫവാസ് ഖാനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ എത്തുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സെലക്ഷന് പോയി മെറ്റീരിയൽസ് ഒക്കെ നോക്കി യുണീക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ അവിടെ കണ്ടത്. ബ്രാൻഡഡ് ആണ്, നല്ല ബ്രാൻഡഡ് ആണ്. പിന്നെ അവരുടെ ഫസ്റ്റിലത്തെ ഡീലിംഗ് തന്നെ അല്ലെങ്കിൽ ആ ടോക്കന് ഞങ്ങൾക്ക് വല്ലാണ്ട് ഞങ്ങൾ ഇംപ്രസ്ഡ് ആയിരുന്നു. അവരുടെ സംസാരം, ദ വേ ഓഫ് ഡീലിംഗ്, അത് നന്നായിട്ടുണ്ടായിരുന്നു, വളരെ നല്ലതായിരുന്നു. അതായിരുന്നു ഞങ്ങളെ സ്റ്റാർട്ടിങ്. ആക്ച്വലി ഞങ്ങൾ ലാസ്റ്റ് ടൈമാണ് അവിടെ എത്തിച്ചേർന്നത്. സ്വാമിന് വളരെ അടുത്ത ടൈമിലാണ്, അപ്പോൾ ഷോർട്ട് ടൈമായിരുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഞങ്ങളെ കളർ പാറ്റേൺ, ഞങ്ങൾക്കൊരു ഡിഫറെൻറ്റ് റൂംസ് ആയിരുന്നു, ഡിഫറെൻറ്റ് തീമിൽ. അപ്പോൾ അതിൻ്റെ ഫാബ്രിക്സ് കിട്ടുമെന്നുള്ളൊരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ റിക്വയർമെന്റ്സ് പറഞ്ഞപ്പം അവർക്കത് പറ്റി. അതിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾക്കത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഷോർട്ട് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതൊരു പേടിയിട്ടായിരുന്നു, ചെറിയ ടൈം ഉണ്ടായിരുന്നു, പക്ഷെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു എന്ന് പറയുന്നത് വെച്ചാൽ ഞങ്ങളെ മാസ്റ്റർ ബെഡ്റൂം ചെയ്തു. അതൊരു ലാവൻഡർ തീമിലാണ് ചെയ്തത് മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ കർട്ടൻ ശരിക്കും നമുക്കൊരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. മെയിൻലി റെയിനി സീസണിലൊക്കെ നമുക്ക് അവിടെ ഒരു ഗ്ലാസ് ആയിരുന്നു, ഫുൾ ഗ്ലാസ് ആയിരുന്നു. അപ്പോൾ അതിന് കൊടുത്തിട്ടുള്ള ആ കളർ പാറ്റേൺ ഇറ്റ് വാസ് റിയലി അമേസിങ്, അടിപൊളിയായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ലാവൻഡർ കൊടുത്തത് എങ്ങനെ വരുമെന്നില്ല. പക്ഷേ അവിടുത്തെ നല്ലൊരു ഫീല് വന്നിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിന്. ഞങ്ങൾ ഹൗസ് വാമിന് ശേഷം കോണ്ടാക്ട് ചെയ്തൊക്കെ നല്ല റെസ്പോണ്ടിങ്ങും പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. സർവീസ് വാസ് റിയലി ഗുഡ്. ഹൗസ് വാമിന് ശേഷം ഇപ്പം ഞങ്ങളെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പം ഒന്ന് ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്ന ഈ കർട്ടൻസിന്റെ വിഷയങ്ങളായിരുന്നു. മിക്ക ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ആരാണ് ചെയ്തത്, വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങള് ഇവരുടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെ കസിൻസ് ഇവരുടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫാഷൻ കർട്ടനാണ് ചെയ്തത്. അതുപോലെ നമ്മൾ ഹൈലി റെക്കമെൻഡിങ്, ആരെങ്കിലും വീടെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ പോവാം. ഇറ്റ്സ് എ ഗ്യാരണ്ടീഡ് കേസ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലതിൽ വരും. നമ്മളിവിടെ ഉപയോഗിച്ച പാറ്റേൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പുറത്ത് മെയിൻ ലെയർ, പിന്നെ ട്രാക്കിലുള്ള മാനുവൽ ഓപ്പറേഷൻ, അകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ എംബ്രോയിഡറി പിന്നെ വർക്കുള്ള റോമൻ ബ്ലൈൻഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഡീഡക്കോറിൻ്റെ പിന്നെ ബഡ്ജറ്റ് ടെക്സ്റ്റർ എന്ന് പറയുന്ന ഇതും, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച ഷീറ് ജെയിൻ ഫാബ്രിക്കിൻ്റെ എംബ്രോയിഡറി ഷീറുമാണ്. ലിവിങ് റൂമിൽ ഉപയോഗിച്ച ഒരു പാറ്റേൺ. നമ്മൾ ഇവിടുത്തെ വീട്ടിൽ ഓരോ റൂമിലും വ്യത്യസ്തമായ തീമിലാണ് ഇവർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള കർട്ടൻസിലുകളാണ് നമ്മൾ ഇവിടെ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പിന്നെ ബെഡ്റൂമിൽ ഗ്രൗണ്ട് ഫ്ലോറുള്ള ഫസ്റ്റ് ബെഡ്റൂമിൽ മാനുവൽ ഓപ്പറേഷൻ തന്നെയാണ്. അതിൻ്റെ അപ്പുറം ഈ പിന്നെ ബഡ്ജറ്റ് ടെക്സ്റ്ററിൻ്റെ തന്നെ മറ്റൊരു പാറ്റേണും, ഇത് പിന്നെ ഡീഡക്കോറിന് തന്നെ മാറ്റ് ഷീറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീട്ടിലെ ബെഡ്റൂം സെക്കൻഡിൽ ഉപയോഗിച്ചിട്ടുള്ളത് മാനുവൽ ഓപ്പറേഷൻ തന്നെയാണ്.
പുറത്ത് ഉപയോഗിച്ചത് പിന്നെ ഡി ഡെക്കോറിൻ്റെ ഹെറിറ്റേജ് എന്ന് പറയുന്ന കാറ്റലോഗും ഷീർ ഉപയോഗിച്ചിട്ട് സിമ്പിൾ ഷീർ എന്ന് പറഞ്ഞ ഒരു ഷീറാണ്. ഇത് ശരിക്കും ഒരു കോട്ടൺ ഫീലിംഗ് വരുന്ന ഒരു ആംബിയൻസ് ആണ് ഈ റൂമിൽ മൊത്തം ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മാച്ചായിട്ട് തന്നെയാണ് കേട്ടനും കിടക്കുന്നത്. ഇവിടുത്തെ നമ്മൾ ഡൈനിങ് റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത് ജെയിൻ്റെ എംബ്രോയിഡറി ഷീറിനെ കൊണ്ടുള്ള സിമ്പിൾ റോമനാണ്. ഈ ഡൈനിങ് റൂമിന് അതുകൊണ്ട് തന്നെ ഡേലൈറ്റ് സൺലൈറ്റ് ഈ റൂമിലേക്ക് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്. ഇതിൻ്റെ ആംബിയൻസ് അതേപോലെ ഈ റൂമിൽ അവർക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് റൂമിലുള്ള അതേ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് കിച്ചണിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷീർ വളരെ ട്രാൻസ്പെറൻറ്റ് ഷീർ ആയതുകൊണ്ട് സൺലൈറ്റ് എടുക്കുന്നുണ്ട്. ഈ റൂമിന് ഈ കേട്ടൻ കൊണ്ടുള്ള കിട്ടുന്ന ആംബിയൻസ് വളരെ അമേസിംഗ് ആണ്. ഇവരിവിടെ സെക്കൻഡ് കിച്ചണിൽ ശരിക്കും നേരിട്ട് പിന്നെ സൂര്യപ്രകാശം അടിക്കുന്ന ഒരു ലെവലിലാണ് ഇവർ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഡി ഡെക്കോറിൻ്റെ ഡിം ഔട്ട് ക്ലോത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂം ഫസ്റ്റിൽ ഇവർ ഒരു ഗ്രീൻ തീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ കറക്റ്റ് മാച്ചിങ് ആയ ഒരു കേട്ടനാണ് ഇട്ടിട്ടുള്ളത്. ഇതിന് എനിക്കൊന്ന് വേറൊരു സംഭവം പറയുള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് വൈറ്റ് ഷീറാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വൈറ്റ് ഷീഡ് ഈ ഒരു കോൺട്രാസ്റ്റ് ഫീലിംഗ് ഉള്ളതുകൊണ്ട് കേട്ടൻ കാണാൻ ഈ റൂമിന് വളരെ നല്ല ഒരു ഗ്രാൻഡ് ലുക്കിലേക്ക് പോകുന്നുണ്ട്. അത് ഈ പറഞ്ഞ വൈറ്റ് ഷീറിൻ്റെ കോൺട്രാസ്റ്റ് ആയതുകൊണ്ടാണ് ശരിക്കും ഇതിലേക്ക് ആ ഒരു ലുക്ക് കിട്ടുന്നത്. ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിത് 2.5 വർഷം മുമ്പ് ചെയ്ത വർക്കാണ്. നിങ്ങൾ ഇപ്പം കണ്ടതുപോലെ ഇത് ഇവിടെ നമ്മൾ പിന്നെ ഉപയോഗിച്ച ഓരോ ഫാബ്രിക് ആയാലും ട്രാക്ക് ആയാലും റോമൻ ബ്ലൈൻസിൻ്റെ ഫിറ്റിങ്സ് ആയാലും എല്ലാം നമ്മൾ പിന്നെ വളരെ ബ്രാൻഡ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണോ ആദ്യത്തെ മൂവ്മെൻറ്റും ആദ്യത്തെ ആ ക്വാളിറ്റി അത് തന്നെയാണ് ഇപ്പോഴും ഇതിന് നിലനിൽക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ കസ്റ്റമറുടെ അടുത്തും ഉണ്ടാകുന്നത്. നമ്മൾക്കിപ്പോൾ 32 വർഷമായി ഈ നമ്മൾ ഫീൽഡിലുള്ള കണ്ണൂരിലും പിന്നെ അതുപോലെ തന്നെ കണ്ണൂരിലെ പരിസര പ്രദേശങ്ങളിലെ ജില്ലയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് എന്നുകൊണ്ട് മാത്രമാണ്.